സോറി ദേവ, ശല്യം ചെയ്തല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതുകൊണ്ടല്ല, എന്തോ എനിക്കിങ്ങോട്ടൊന്നും വരണമെന്ന് തോന്നി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോടാ. ഒന്നുമില്ലെങ്കിൽ പോലും ഒന്ന് താങ്ക്സ് പറയണമെന്ന് തോന്നി. എന്തിനാ ഏട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിനിപ്പോ എന്താ ഉണ്ടായത്? അല്ല ദേവ, നമ്മുടെ കുടുംബത്തില് ഞാൻ കാരണം ഉണ്ടായ കുറവുകളാ നിങ്ങളിപ്പോ നികത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര വലിയ ഉപകാരം നിങ്ങൾക്കറിയോ? നിങ്ങളോട് ഞാൻ എങ്ങനെയാ നന്ദി പറയാ? അജയേട്ടൻ കാരണം എന്ത് കുറവുണ്ടായെന്നാ? അജയേട്ടന്റെ ഇപ്പോഴത്തെ ഈ വയ്യാഴിക മഹാദേവന്റെ അനുഗ്രഹത്തോടെ എല്ലാം പെട്ടെന്ന് ശരിയാവും. ഇന്നലെ വരെ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ കാലം ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. നമ്മുടെ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ നിങ്ങൾ തരുന്നുണ്ടല്ലോ, അത് മതി. പണി അങ്ങനെ തീർന്നു, ഇനി അവരുടെ പണിയും തീർന്നോളൂ. ഓക്കേടാ, ഓക്കെ കാണാം. എന്തൊക്കെയാ ചെയ്യേണ്ടി വരുന്നേ? വൈദേഹി ദേവൻ ചാപ്റ്റർ ക്ലോസ്. എന്തോ മലമറിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് കാറിന്റെ അടുത്ത് ചുറ്റിക്കറങ്ങി നടക്കുക. വൈദേഹിക്കും ദേവനും അന്ത്യം കുറിക്കാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ചു കാണും. നിനക്കതെങ്ങനെ മനസ്സിലായി? അപ്പൊ ദേവനും പ്രശ്നമല്ലേ? അവനും പോയാ അത്രയും നല്ലത്. ഇനി രണ്ടുപേരുടെ ജീവൻ പോയില്ലെങ്കിലും വൈദേഹിയുടെ ഗർഭം അലസിപ്പോയിക്കോളും. ഇവിടുന്ന് പുറപ്പെടുമ്പോഴേ സംശയം തോന്നുകയാണെങ്കിലോ? അങ്ങനെയൊന്നും തോന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബ്രേക്ക് ഓയിൽ എല്ലാം തീർന്നോളും. അത് കഴിഞ്ഞ് ബ്രേക്ക് ചവിട്ടിയാ കിട്ടില്ല. എയർ ബാഗ്സ് ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ്സ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ഉറപ്പാ, കുഞ്ഞിന്റെ മരണവും ഉറപ്പാ. ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ആ കുഞ്ഞ് മരിക്കണമെന്നാ നീ പറഞ്ഞത്. അതവരവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നടക്കും. എടാ ദേവ, നിങ്ങളുടെ യാത്ര കളർഫുൾ ആവാൻ ഒരു കളർഫുൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചോ. ദേവൻ, ഇതെല്ലാം എന്തിനാ? ഇന്ദു, അജയൻ, കൗസല്യ. എന്താ ഏട്ടാ ഇത്? വീട്ടിലുള്ള എല്ലാവരുടെയും പേര് ഈ ബലൂണിൽ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. പിന്നെന്താ ഈ വൈറ്റ് ബലൂണിൽ ഒന്നും എഴുതാത്തത്? ചുറ്റുമുള്ള ബലൂൺസ് നമ്മുടെ കുടുംബമാണ്. നടുക്കുള്ളത് നമ്മുടെ സ്വപ്നങ്ങളുടെ പ്രതിരൂപം, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ കുടുംബം നിങ്ങളുടെ ഒപ്പമുണ്ട്. അതുപോലെ ഞാനും ഉണ്ട് ദേവ. ശരിയാ ചേട്ടാ, നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞുഭാവിയെ എന്നും രക്ഷിക്കുന്നത്. എന്നാ നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ. നീ പോയാ പിന്നെ ഈ വീട്ടിലെ മിടുക്കുള്ള ആണുങ്ങളില്ലടാ. ഉള്ളവർ തന്നെ ഒരു ചട്ടുകാലനാ. അവനുള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാ. എന്നാ ശരി അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരാം. ഈ ബലൂൺസ് എന്തിനാ വൈദേഹി? വയറ്റിൽ ഒരു കുഞ്ഞിനെ കിട്ടിയതും നിന്റെ സ്വഭാവം കൊച്ചു കുട്ടികളെ പോലെ ആയിപ്പോയല്ലോ. ഇല്ല ചേച്ചി, നിങ്ങളെയൊക്കെ വിട്ട് ദൂരേക്ക് പോവല്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെയുള്ളതുപോലെ അജയേട്ടൻ തന്നതാ. ഇതിലുള്ള ഓരോ ബലൂണും ഈ വീട്ടിലെ ഓരോരുത്തരുമാണ്. ഭാര്യയ്ക്കെന്നുവരെ ഒരു ഹെയർ പിൻ പോലും സമ്മാനിച്ചിട്ടില്ല.
പക്ഷെ വൈദേഹിക്ക് കൊടുക്കാൻ നല്ല മിടുക്ക. മോളെ വൈദേഹി, ഒത്തിരി ശക്തിയുള്ള ഭഗവതി അവിടെ ഇരിക്കുന്നെ. മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആഗ്രഹിച്ചതെല്ലാം തരുന്ന ഭഗവതി അതാ. ഞാൻ പ്രാർത്ഥിച്ചോളാം. ഏതായാലും അത്രയും ദൂരം പോകുന്നല്ലേ, നിങ്ങൾ 5-8 ദിവസം നിന്നിട്ട് വന്നാ മതി. വരുണേ, ആ വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ലേ? ആ ഞാനെല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് വലിയച്ഛ. അന്ത്യയാത്രയാകുമ്പോ അങ്ങനെ വേണമല്ലോ. ഇടയ്ക്ക് വല്ല വയ്യായെങ്കിലും തോന്നുകയാണെങ്കിൽ വിളിച്ചാ മതി. ഡോക്ടേഴ്സിനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കാം. നിന്നോടും കൂടിയാ പറയുന്നേ ദേവാ. ദിവസവും ഫോൺ ചെയ്യാൻ മറക്കരുതേ. ഞാൻ വിളിച്ചോളാം അമ്മേ. ആ സൂക്ഷിക്കണേടാ ദേവാ. എന്താന്നറിയില്ല, വൈദേഹി നീ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോ എന്റെ മനസ്സിലൊരു വിഷമം. എന്തു ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പം സീതയെപ്പോലെ അവള് വനവാസന വരുന്നൊന്നും അല്ലല്ലോ, ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നേ. അവിടെയുള്ളവരെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ. എന്നാ പിന്നെ ഞാനും കൂടെ കൂടിക്കോട്ടെ ദേവേട്ടാ. എന്താ ഒരു പോക്ക് പോണോ നിനക്ക്? അല്ലല്ല, ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആരും കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ പോയിട്ട് വന്നോളാം. എന്നാ ചെല്ലടാ, നീ പോകാനാ ഞാൻ കാത്തിരിക്കുന്നത്. മോനെ സൂക്ഷിച്ചു പോണേ. ആയിക്കോട്ടെ. ബൈ അമ്മേ. ബൈ ബൈ. ബൈ വിനയ. ബൈ ബൈ. ബൈ അജയേട്ടാ. വിചാരിച്ചതുപോലെ നടക്കുമല്ലോ അല്ലേ? TV ഓൺ ചെയ്തു വെച്ചോ. ഒരു അരമണിക്കൂറിനുള്ളിൽ ന്യൂസ് വരും. ബ്രേക്ക് വയർ പൊട്ടി ആക്സിഡന്റ്, ദേവനും വൈദേഹിയും അപകടത്തിൽ മരിച്ചു. ഇനിയെങ്ങാനും ഭാഗ്യം കൊണ്ട് ജീവൻ പോയില്ലെങ്കിലും വൈദേഹിയുടെ കുഞ്ഞിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിനക്ക് വേണ്ടതും അതല്ലേ? എന്നാ വാ, ന്യൂസ് ചാനൽ വെക്കാം. വൈദേഹി, എത്ര നേരാന്ന് വെച്ചാ ബലൂണും കൈ പിടിച്ചോണ്ടിരിക്കുന്നേ? അതാ പുറകിലെ സീറ്റിലേക്ക് വെക്കുന്നേ. കയ്യിലിരുന്നോട്ടെ ദേവേട്ടാ. ഇത് ബലൂൺസ് അല്ല, നമ്മുടെ കുടുംബം എന്നല്ലേ അജയേട്ടൻ പറഞ്ഞത്. ഇത് കയ്യിലുണ്ടെങ്കിൽ അവരെല്ലാവരും എന്റെ കൂടെ ഉള്ളതുപോലെ. നമ്മുടെ കുഞ്ഞവയ്ക്ക് അവരൊരു കൂട്ടായിരിക്കും, നോക്കിക്കോ. അജയേട്ടന് എന്തുദ്ദേശത്തോടെ ഇത് നമുക്ക് തന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ബലൂണും കൈ പിടിച്ചോണ്ട് നമ്മൾ രണ്ടും കൂടി ഈ ലോങ് ഡ്രൈവിന് പോകുമ്പോ എന്താ തോന്നുന്നേന്നറിയോ? പുതുമണവാളിനും മണവാട്ടിയും ഹണിമൂണിന് പോകുന്ന പോലെ ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ തന്നെ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്കിതിനൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ 3 പേരായിട്ട് പോവാം. അതും ശരിയാ. അങ്ങനെ ഞാനില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ടെന്നും പറഞ്ഞേ നമ്മുടെ കുഞ്ഞാവി ആയിരിക്കും തടസ്സം നിന്നത്. അപ്പൊ നമ്മള് പോയിരുന്നെങ്കിൽ നമ്മള് 2 പേരും സന്തോഷിച്ചാണ്. ഇപ്പൊ നമ്മുടെ വാവയും സന്തോഷിക്കും. ഇതല്ലേ കൂടുതൽ സന്തോഷം. അച്ഛനും അമ്മയാകാൻ പോകുന്ന കേൾക്കുമ്പോ മനസ്സിന് ശരിക്കും ഒരു കുളിര് തോന്നുക. അച്ഛ അമ്മ എന്ന് നമ്മൾ വിളിക്കുമ്പോ അതിന്റെ വില മനസ്സിലാവുന്നില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുമ്പോഴാ അതിന്റെ സുഖം നമുക്ക് മനസ്സിലാവുന്നു. അവിടെ ടെഡി ബേഴ്സ് ഉണ്ട്. ഒന്ന് കാർ നിർത്തോ പ്ലീസ്. ദേവിട്ടാ, കാർ ഒന്ന് നിർത്ത്.
എന്തൊരു ദേവേട്ടാ? വൈദേഹി, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. അതെങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് പോയേ? ബ്രേക്ക് ഫെയിൽ ആയതാ. ദേവേട്ടാ, വൈദേഹി, ആ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട്. ഇട്ടിട്ടുണ്ട് ദേവേട്ടാ. വൈദേഹി, സീറ്റ് ബെൽറ്റ് വേഗം എടു. വൈദേഹി, മുറുക്കെ പിടിച്ചിരിക്കണേ. ദേവേട്ടാ, വൈദേഹി, വിഷമിക്കാതിരിക്കും വൈദേഹി. അതിന് നമുക്കൊന്നും പറ്റിയില്ലല്ലോ. വൈദേഹി, എന്തിനാ നീ ഇപ്പൊ കരയുന്നേ? കരയാതിരിക്കണ്ട മോളെ, നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ. വൈദേഹി, ഈ വെള്ളം കുടിക്കേ. ഇത് കുടിച്ചില്ലെങ്കിലേ നിനക്ക് ആകെ ക്ഷീണമാവും. വേഗം കുടിക്കേ, വേഗം കുടിക്കേ. കുടിക്കേ, ഇതാ കുടിക്കേ. ഏയ്, കുഴപ്പമില്ല, കുഴപ്പമില്ല. പ്ലീസ് ഒന്ന് കരയാതിരിക്കും വൈദേഹി. സാരമില്ല, കരയാതിരിക്കും വൈദേഹി. എന്തായാലും കൊച്ചുകുട്ടികളെ പോലെ. എടാ, കരയാതിരിക്കുന്നേ. എയർ ബാഗ്സ് ഓപ്പൺ ആയിരുന്നില്ലെങ്കിലും ആ ബലൂൺസ് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ശരിയാണ് ദേവേട്ടാ, അജേട്ടൻ തന്ന ബലൂൺ എന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞാവിയെ രക്ഷിച്ചിരിക്കാം. അന്നേരം പുറകെ വെക്കാൻ പറഞ്ഞിട്ടും നീ അത് വെക്കാതിരുന്നോണ്ടാ നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ട്. ദേവേട്ടാ, ഇത് ബലൂൺസ് അല്ല, നമ്മുടെ കുടുംബാണെന്നല്ലേ അജേട്ടൻ നമ്മളോട് പറഞ്ഞത്. അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുടുംബം തന്നെയാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്, ബലൂണുകളുടെ രൂപത്തില്. അതെ വൈദേഹി. ഭഗവാന്റെ അലങ്കാര പൂജ നടക്കുന്നതുവരെ മറ്റൊരു തലമുറയെ കുറിച്ച് സ്വപ്നം കാണുക പോലും വേണ്ട. ഒരു പക്ഷേ നിന്റെ ഗർഭത്തിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടായാലും അത് അവിടെ വെച്ച് തന്നെ കരിഞ്ഞു പോകും. ദേവേട്ടാ, ഇതും ആ ശാപത്തിന്റെ ഫലം തന്നെയായിരിക്കോ? അപകടങ്ങൾ ഇനിയും വേട്ടയാടുന്ന സ്വാമി പറഞ്ഞതിന്റെ ലക്ഷണങ്ങളല്ലേ ഇതൊക്കെ? ആർക്കറിയാം വൈദേഹി. പക്ഷെ ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് ഒന്നും പറ്റാതെ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടെങ്കിൽ നമ്മൾ പൂജിക്കാൻ പോകുന്ന ഭഗവതി തന്നെയാ നമ്മൾ രണ്ടുപേരും രക്ഷിച്ചിരിക്കുന്നത്. ആ രുദ്രമ്മ ഈ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചാൽ മതിയായിരുന്നു. ദേവേട്ടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കാറിന്റെ അവസ്ഥ കണ്ടില്ലേ? ദേവേട്ടാ, വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വേറൊരു കാർ അയച്ചു തരാൻ അവരോട് പറഞ്ഞാ പോരെ? അത് വേണ്ട വൈദേഹി. വീട്ടിൽ ഇത് അറിയിച്ച അവരെല്ലാവരും വല്ലാതെ പേടിക്കും. ആ, എനിക്കറിയാവുന്ന വേറൊരു ഗ്യാരേജ് ഉണ്ട്. അവിടെ വിളിച്ചിട്ട് നമുക്ക് വേറൊരു കാർ അയച്ചു തരാൻ പറയാം. ഹലോ ആനന്ദ്. ഞങ്ങള് നിന്റെ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. എന്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇഫ് യു ഡോണ്ട് മൈൻഡ് നിന്റെ കാറൊന്ന് തരുമോ ഞങ്ങൾക്ക്? പിന്നെന്താ, അത് ചോദിക്കാനുണ്ടോ? എവിടെയാ കൊണ്ടുതരണ്ടേ? താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. വെൽക്കം ഡാ. നീ വരുന്നവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. അഡ്രസ് അയച്ചാറണേ. ഇവിടെയുള്ള രാജ് പാലസ് ഹോട്ടലിന്റെ മുമ്പിൽ തന്നെയാ. ഞാൻ കാർ അയക്കാം. ആഹാ, ഓക്കെ.
അതിരിക്കട്ടെ വൈദേഹി, നിന്റെ എയർ ബാഗ്സ് എന്താ ഓപ്പൺ ആകാത്തെ? സീറ്റ് ബെൽറ്റ് പൊട്ടിപ്പോയിരുന്നു ദേവേട്ട. വൈദേഹി, അവന്റെ കാർ വരുന്നുണ്ട്, ഓൺ ദ വേയാ. രമേശ, സുരേഷ് എവിടെ? സുരേഷ് നാട്ടിൽ പോയിരിക്കുക. അതുകൊണ്ട് 4 ദിവസം എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ നിന്ന് ദേവൻ സാറും ഭാര്യയും വരുന്നുണ്ട്. അകത്തെല്ലാം വൃത്തിയാക്കിയല്ലോ അല്ലേ? ചെയ്തു കേട്ടോ. വണങ്ങുന്നു കൊച്ചു കൊച്ചമ്പ്രാനും ഭാഗ്യം ഞങ്ങൾ എല്ലാവരുടെയും വന്ദനങ്ങൾ. വന്ദനം വന്ദനം. വന്ദനം വന്ദനം കൊച്ചമ്പ്ര. കൊച്ചമ്പ്ര വന്ദനം. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ കൊച്ചമ്പ്രാനെ? എല്ലാവർക്കും സുഖമാണ്. നിങ്ങളെ എല്ലാവരെയും അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു. ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടവരാ. നിങ്ങളുടെ കാരണം കൊണ്ടാ ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ വിളവ സ്വീകരിക്കണം. അയ്യോ, ഞങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ? അങ്ങനെ പറയല് കൊച്ചമ്പ്ര. ഇതുകൊണ്ട് വേണം ഭഗവതിക്ക് നിവേദ്യം ഉണ്ടാക്കാൻ. എന്നിട്ടിത് ഞങ്ങളെ ഏൽപ്പിക്കുന്നത് എന്തിനാ? അയ്യോ, അതെന്താ അങ്ങനെ ചോദിച്ചേ? തമ്പ്രാട്ടിക്കൊന്നും അറിയാഞ്ഞിട്ടാ. നിങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് ദൈവത്തെക്കാളും വലുതാ. തമ്പ്രാട്ടി ഇപ്പൊ ഗർഭവതിയാണല്ലോ. കുഞ്ഞിന്റെ ചോറൂണിന് ഈ അരി തന്നെ ഉപയോഗിക്കണം. തമ്പ്രാനെ, ഭഗവതിയുടെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വരിക. കുളിച്ച് ശുദ്ധിയായിട്ട് വേണം വരാൻ. ശരി വൈദേഹി. തമ്പ്രാട്ടി, നടക്കാൻ പറ്റുമോ? സാരല്ല ദേവേട്ട, ഞാൻ നടന്നോളാം. നിങ്ങളിതൊന്ന് പിടിക്കാമോ? ദേവേട്ട, എന്തേ കാണിക്കുന്നേ? ഒന്നുമില്ല, നീ 1 മിനിറ്റ് ഒന്ന് അനങ്ങാതെ നിന്നാ മതി. ദേവേട്ട, ദേവേട്ട, എല്ലാരും ഉണ്ട് ദേവേട്ട, എന്നെ താഴെ ഇറക്കിയേ. അതൊന്നും സാരമില്ല, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ. എന്നെ താഴെ ഇറക്ക്. ഇറക്ക് വിടാൻ. എന്നെ താഴെ ഇറക്ക്. എനിക്കൊന്നും പറ്റിയിട്ടില്ല ദേവേട്ട. അവരെന്താ പറഞ്ഞെന്ന് കേട്ടായിരുന്നോ? നമ്മുടെ വവയുടെ ചോറൂണിന് വേണ്ടി ആ അരി ഉപയോഗിക്കണമെന്ന്. ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ശരിയാണ് വൈദേഹി, നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാ. ഭഗവതിയോടൊപ്പം ഈ ജനങ്ങളുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അതെല്ലാം നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചോളും. നമുക്ക് അത്രയും വലിയ ശാപം ഉണ്ടായിട്ടും നമ്മുടെ വംശത്തിന് ഇതുവരെ എത്താൻ കഴിഞ്ഞെങ്കിൽ രുദ്രമ്മ ഭഗവതിയോടൊപ്പം ഈ പാവം ജനങ്ങളുടെ മനസ്സ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാ ദേവേട്ട. നമുക്ക് അകത്തേക്ക് പോവാം. ഹലോ, എന്താ ഭാര്യ അകത്ത് പ്രസവവേദന അനുഭവിക്കുമ്പോ പുറത്ത് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഭർത്താവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ടെൻഷൻ കാരണം ഞാൻ ഞെരിവിരി കൊള്ളുക. ആരും ഇതുവരെ ഫോൺ ചെയ്തിട്ടില്ല. ടിവിയിലാണെങ്കിൽ ഇതുവരെ അതിനെപ്പറ്റി ന്യൂസും വന്നിട്ടില്ല. സത്യത്തിൽ ആക്സിഡന്റ് നടന്നോ? അവർക്ക് എന്തായിരിക്കും പറ്റിയത്? എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ആക്ച്വലി നീ കട്ട് ചെയ്തത് ബ്രേക്ക് വയർ തന്നെയാണോ? ഏത് കാര്യത്തിന് നിനക്ക് സംശയമോ? ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പെണ്ണ്. അങ്ങയുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനത്തതാണേ. ഇപ്രാവശ്യം ഇതും ചീറ്റി പോയാ എന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം. ആ അല്ല ഓർമ്മളെ, നമ്മളെന്തിനു വാർത്ത വരാൻ വേണ്ടി കാത്തിരിക്കണം? ദേവനൊന്ന് ഫോൺ ചെയ്താ അപ്പൊ തന്നെ കാര്യം അറിയാൻ പറ്റുമല്ലോ. ഫോൺ എടുത്തില്ലെങ്കിൽ ആള് കാലി. ഇനി ഫോൺ എടുത്താലോ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇതാ പറഞ്ഞ നിന്റെ തലയ്ക്കകത്ത് കളിമണ്ണാന്ന്.
ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ദേവൻ പോകുമ്പോ നീ ഫോൺ വിളിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോൺ ചെയ്ത് എൻക്വയറി നടത്തിയ ഇല്ലാത്ത സംശയത്തിന് ഇടവരുത്തും പോലെയാവും. അതാ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്താടാ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഒന്നുമില്ല ഇന്ദുമ്മേ, ഒന്നുമില്ല. ഈ കിളവിയ പാലമൊക്കെയാ അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇന്ദുമ്മേ, ദേവനെ വിളിച്ചിരുന്നോ? ഇല്ലടാ. എന്താ? ഏയ് ഒന്നുമില്ല. മാഡം, ദേവൻ സാറിന്റെ കാറിന് ബ്രേക്ക് പൊട്ടി. താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു.